9ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 18 മുതൽ 22 വരെ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും. 6ാമത് ഗ്രാമകം പുരസ്കാരം പ്രശസ്ത നാടക രചയിതാവും നാട്ടിൻപുറം നാടക പ്രവർത്തകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 18 വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ പി കൃഷ്ണദാസ് അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ, കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പാടത്ത് തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും. തുടർന്ന് തൃശൂർ എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ തനത് ലാവണം എന്ന നാടകം അരങ്ങേറും. 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് വേലൂർ ഇഫ് ക്രിയേഷന്റെ പെരുമാട്ടിക്കുലം, 20-ന് വൈകിട്ട് 7-ന് സന്തോഷ് കിഴാറ്റൂർ അവതരിപ്പിക്കുന്ന പെൺനടൻ, 21-ന് വൈകിട്ട് 6:30-ന് നാടകപാട്ടറെ അക്കാദമിയുടെ ചാവ് സാക്ഷ്യം, 7:30-ന് ലിറ്റിൽ എർത്ത് തിയേറ്ററിന്റെ കൂഹു ആൻഡ് ആന്തോളജി ഓൺ റെയിൽ, 22-ന് വൈകിട്ട് 7:30-ന് VPS കളരിയുടെ നന്മയിൽ ജോൺ കിഹോത്തെ എന്നീ നാടകങ്ങൾ അരങ്ങേറും. 22-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാകും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയാകും. ചടങ്ങിൽ 6ാമത് ഗ്രാമകം പുരസ്കാരം പ്രശസ്ത നാടക രചയിതാവ് വാസൻ പുത്തൂരിന് സമർപ്പിക്കും. 11,111 രൂപയും ജയൻ പാത്രമംഗലം നിർമ്മിച്ച ശില്പവും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 10 വർഷമായിട്ട് വേലൂരിൽ നടക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നാടകോത്സവമാണ് ഗ്രാമക നാടകോത്സവം. നാടക പ്രവർത്തകർക്കിടയിലും നാടക സ്നേഹികൾക്കിടയിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു പരിപാടിയായിട്ട് ഈ 10 വർഷം കൊണ്ട് ഗ്രാമകത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ നിശ്ചയിച്ച നാടകോത്സവത്തിൻ്റെ ഡേറ്റ് 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നുപെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒട്ടനവധി തടസ്സങ്ങൾ വന്നു. അപ്പോൾ ആ തീയതി മാറ്റിയിട്ടാണ് നമ്മൾ 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഈ നാടകോത്സവം മാറ്റിവെച്ചത്. കക്ഷി രാഷ്ട്രീയോ മത പരിഗണനയോ ഇല്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു 1000-ഓളം ആളുകൾ കാണികളായിട്ട് വരികയും ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഇതിൻ്റെ ആസ്വാദകരായിട്ട് മാറും. അത് കഴിഞ്ഞ് നാടകത്തിന് ശേഷം 10 മണിക്ക് ഗ്രാമക കഞ്ഞി കുടിച്ചാണ് പിരിഞ്ഞു പോകുന്നത്. ഒരു അലോസരം ഇല്ലാതെ വലിയ ജനപങ്കാളിത്തത്തോട്ട് നടത്തുന്ന പ്രവർത്തനമാണ്. ഇത്തവണ അത് നമ്മുടെ ഏകദേശം വേലൂരിനടുത്തുള്ള, എന്നാൽ ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ മലയാള അമേച്ചർ നാടകരംഗത്ത് നാടകരചനയിലും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടനം അത് സംഘടിപ്പിക്കാനും വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലും കുന്നംകുളം, കേച്ചേരി, വേലൂര് ശേഖരൻ മാഷ പോലുള്ളവരൊക്കെ ആയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ അതുപോലുള്ള KSVJ മാഷ് അതുപോലെ ഉള്ള വലിയ സംഘത്തിന് ഉണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു രചയിതാവാണ് വാസൻ പുത്തൂരി. നാടകോത്സവത്തിനോടനുബന്ധിച്ച് ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പും കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ ചിത്രകലാ ക്യാമ്പും നടക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ പി കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, പ്രോഗ്രാം ചെയർപേഴ്സൺ ജലജ രാജ, പ്രഭലൻ വേലൂർ, N ബാബു എന്നിവർ പങ്കെടുത്തു.